അങ്ങനെ നീട്ടുമ്പോൾ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്. ഒരു ചെങ്കടല്, അതായത് ഒരു കടല് രണ്ട് വാളായിട്ട് തിരിഞ്ഞ് നടുക്കൊരു ഡ്രൈ ലാൻഡ് വരുന്നതൊക്കെ ആർക്കും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ദൈവം അത് അവിടെ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ നടക്കുവാൻ ഇടയായി തീർന്നു. ഒരിക്കലും പോസിബിൾ ആവും എന്ന് പറഞ്ഞ കാര്യം ആവില്ല എന്ന് പറഞ്ഞ കാര്യം അവിടെ പോസിബിൾ ആയി. ഇങ്ങനെ അവിടെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ഫാമിലീസ്, ചിൽഡ്രൻസ്, ആനിമൽസ് എല്ലാം അവരുടെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഇവരെല്ലാം ആ ചെങ്കടലിന്റെ നടുക്കൂടെ നടക്കാനാണ് ഇടയായത്. ദൈവം പറഞ്ഞത് അതേപടി വിശ്വസിച്ച് മോശ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായത് ആ ചെങ്കടല് രണ്ട് വഴിയായി തിരിഞ്ഞ് രണ്ട് വാളുകളായിട്ട് ബിൽഡായി നടുക്കൊരു ഡ്രൈ ലാൻഡിൽ കൂടി ഇവരെ നടത്താൻ സഹായിച്ചു. ഇവര് ദൈവത്തിനെ വിശ്വസിച്ചു. ഇതൊരു ബൈബിളിൽ ഒരു മോസ്റ്റ് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ്. ഇത് ഒന്ന് മാത്രമാണ്, ഇതേപോലെ പലതും നടന്നിട്ടുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് മാത്രമല്ല, ഇത് നമ്മുടെ ലൈഫിലും ഈ സിറ്റുവേഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. ഇതിൽ കൂടി കുറെ ലൈഫ് ലെസൺസ് ഉണ്ട്. ഇതിൽ കൂടെ ഉള്ള കുറെ ലൈഫ് ലെസൺസിൽ ഒരു 4 ലൈഫ് ലെസൺസ് ഞാൻ പറയാം. ഫസ്റ്റ് ലൈഫ് ലെസൺ എന്താന്ന് വെച്ചാൽ, ലൈഫിൽ ചില സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യും, ഇമ്പോസിബിൾ പോലെ തോന്നും. അഡൽട്ട് ആയിരിക്കുന്ന പ്രായങ്ങളിൽ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ചില സമയങ്ങളിൽ വർക്കിൽ കുറെ പ്രഷേഴ്സ് കാണും, ബിസിനസ്സിൽ കുറെ ചാലഞ്ചസ് കാണും, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കൂടും, ഫാമിലി ഡിസിഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇനി എന്ത് ചെയ്യും, ഒരു വഴിയും കാണുന്നില്ലല്ലോ, എല്ലാം ഇമ്പോസിബിൾ ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഈ ഇസ്രായേൽറ്റീസിന് ഉണ്ടായ സിറ്റുവേഷൻ പോലെ തന്നെ നമ്മളും സ്റ്റക്കായി ഫീൽ ചെയ്യും. ആ സമയത്ത് ഈ സിറ്റുവേഷൻ നമുക്ക് ആലോചിച്ച് നമുക്ക് അതിൽ മുന്നേറാൻ സഹായിക്കും. ഒരു സെക്കൻഡ് ലൈഫ് ലെസൺ ആണ്, ഇസ്രായേൽറ്റീസിന്റെ ഫസ്റ്റ് റിയാക്ഷൻ ഫിയർ ആയിരുന്നു. അത് നോർമലാണ്. നമ്മുടെ ഹ്യൂമൻ ലൈഫില് നമ്മളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫിയർ ആണ് വരുന്നത്. ഈ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ട പോലെ നമ്മളും ഭയപ്പെടും. പക്ഷേ മോശ അവിടെ റിമൈൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് മോശ അവിടെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ അപ്ലൈ ചെയ്യണം. നമുക്ക് ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ചെങ്കടലിനെ രണ്ടാക്കിയ ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മൾ അത് വിശ്വസിച്ച് നമ്മുടെ വിഷയങ്ങളിലും നമുക്കൊരു മറുപടി കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത്തെ ലൈഫ് ലെസൺ ആണ്, സൊല്യൂഷൻ വന്നത് ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ്. മുമ്പില് അവര് ചെങ്കടലിനെ കണ്ടു, പുറകിൽ ഫറവോന്റെ ആർമിനെ കണ്ടു. ഇത് രണ്ടും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഫറവോന്റെ ആർമി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമിയാണ്. മുമ്പിൽ ചെങ്കടൽ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും ആരും ആലോചിക്കാത്ത ഒരു കാര്യമാണ് ഈ ചെങ്കടല് രണ്ടാവുന്നതെന്ന് വെച്ചാൽ. അത്രയ്ക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അവിടെ ദൈവം ചെയ്തത്. ഇതൊക്കെ ചെയ്തെന്ന് വെച്ചാലും ഈ ജനങ്ങൾക്ക് ഈ കടലിന്റെ നടുക്കൊന്ന് നടക്കാൻ ഒരു ഫെയ്ത്ത് വേണം. അതായത് അവർക്കൊരു വിശ്വാസം വേണം. എപ്പോ ഇത് താഴെ വീഴും അതൊന്നും ഇവർക്ക് അറിയത്തില്ല. അവര് ദൈവത്തിനോട്, അതാണ് നമ്മുടെ 4ാമത്തെ ലൈഫ് ലെസൺ വെക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിൽ ഒരു ഫെയ്ത്ത് വേണം. ദൈവത്തിന് അത് ചെയ്യാനുള്ള കൃപയുണ്ട്, നമുക്ക് അത് ദൈവം ചെയ്യാൻ സഹായിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഈ ഫെയ്ത്ത് കൊണ്ട് അവരവിടെ ആ മൊത്തം റെഡ് സീ മൊത്തം കടക്കാൻ ദൈവം സഹായിച്ചു അവരുടെ പുറകിൽ വന്ന ആർമിനെ ദൈവം ആ വെള്ളത്തിൽ തന്നെ മുക്കിക്കളഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടും. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഫോർവേഡ് മൂവ് ചെയ്യുക എന്നത് മാത്രമല്ല, നമ്മൾ ആ ഫെയ്ത്ത് വെച്ച് നമ്മൾ തന്നെ വിശ്വസിച്ച് ദൈവത്തിനെ വിശ്വസിച്ച് ദൈവം എന്താണോ പറയുന്നത് അപ്രകാരം ജീവിക്കുവാനുള്ള ഒരു കൃപ വേണം നമുക്ക്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് ലൈഫിൽ നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈ ബൈബിൾ പറഞ്ഞെങ്കിൽ ഈ ഈവന്റ് ഒന്ന് ആലോചിക്കുവാണെങ്കിൽ നമുക്കൊരു നല്ല ആശ്വാസം വരും. നമുക്ക് ദൈവത്തിനോട് വിശ്വാസം കൂടും. നമുക്ക് ഒരു നല്ല കോൺഫിഡൻസ്, പീസ്, ഹോപ്പ് എല്ലാം നമുക്ക് കിട്ടുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനത്തെ ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഒരു ചെങ്കടലൊക്കെ രണ്ടാക്കുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടാതെ ദൈവം എന്താണോ പറയുന്നത് അതിൽ പ്രകാരം ജീവിക്കുവാൻ, അതിൽ പ്രകാരം വിശ്വസിച്ച് ദൈവത്തിന്റെ പാതയിൽ പിന്തുടരാൻ ദൈവം സഹായിക്കട്ടെ.